KSRTCയുടെ റോയൽ വ്യൂ എന്ന ടൂറിസം ബസ് ഇന്നിവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. ഈ ബസ് മൂന്നാറിന് വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തതാണ്. മൂന്നാറിന്റെ മനോഹാരിത മറ്റൊരു വ്യൂവിലൂടെ കാണാൻ വേണ്ടിയിട്ടാണ് റോയൽ വ്യൂ ഉണ്ടാക്കിയത്. ഇതുവരെ നമ്മൾ കണ്ടത് കാറിലിരുന്നുള്ള കാഴ്ചകൾ, ബസ്സിലിരുന്നുള്ള കാഴ്ചകൾ. വളരെ കുറച്ചുള്ള ആളുകൾ മൂന്നാറിനെ ഹെലികോപ്റ്ററിൽ ഇരുന്ന് ആകാശത്ത് നിന്ന് താഴോട്ട് കണ്ടിട്ടുണ്ട്. വളരെ വളരെ കുറച്ചാണ്, വിരലിൽ എണ്ണാവുന്ന ആളുകൾ. അത് മിക്കവാറും മിലിറ്ററി ഓഫീസേഴ്സോ പോലീസ് ഓഫീസേഴ്സോ അങ്ങനെയുള്ളവരായിരിക്കും. പക്ഷെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇതുവരെ കാണാത്ത ഒരു മൂന്നാർ കാണാനുള്ള അവസരമാണ് ഈ ബസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാറിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് പോകുവാൻ വേണ്ടി ചിന്നക്കനാലിൽ പോകാം, മറയൂരിൽ പോകാം, മാട്ടുപ്പെട്ടിയിൽ പോകാം. അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഈ കാഴ്ചകളെല്ലാം കാണുന്നതോടൊപ്പം മറ്റൊരു അനുഭവം കൂടി പകർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബസ് രൂപകൽപ്പന ചെയ്തത്. കാരണം പച്ച പട്ട് വിരിച്ചതുപോലെ വിരിഞ്ഞ് തിറന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ പോകുമ്പോൾ ഒരു കാഴ്ചയുണ്ട്. പിന്നെ മുഴുവൻ കണ്ണാടിയാണ്, ഗ്ലാസിൽ വേണുവശം എല്ലാം കണ്ണാടിയാണ്. ഇതിന് പല കാഴ്ചകളുണ്ട് മൂന്നാറിൽ വരുമ്പോൾ. നിങ്ങൾ മനസ്സിലാക്കണം, വെറുതെ പറയുന്നതെന്ന് പറയാൻ ഞാനൊരു കലാകാരനാണ്. രാവിലെ മിസ്റ്റുള്ള സമയത്ത് പോവുകയാണെങ്കിൽ ഈ മിസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ സാധനം മിസ്റ്റിനകത്തൂടെ പ്ലെയിൻ മേഘങ്ങളുടെ ഇടയിലൂടെ പോകുന്ന പോലെ ഒരു അനുഭൂതി ഉണ്ടാവും. മുകളിലൊക്കെ ഇങ്ങനെ മിസ്റ്റ് മുകളിൽ കൂടെ ഇങ്ങനെ കണ്ണാടിയിൽ മുകളിൽ കൂടെ പോകുന്ന കാണാം. കോട്ടയം മഴയുള്ള സമയത്ത് കാണാൻ അതിമനോഹരമായിരിക്കും. മഴത്തുള്ളികൾ ഈ മുകളിലത്തെ ഗ്ലാസ്സിൽ ഇങ്ങനെ വീണ് ചെതറുന്ന മനോഹരമായ കാഴ്ചയുണ്ട്. ആ കാഴ്ച കണ്ടിട്ട് നിങ്ങൾ പറയുക ഞാൻ പറയുന്നത് വെറുതെയാണോ എന്ന് മനസ്സിലാവും. മൂന്നാറിൻ്റെ മനോഹാരിതയ്ക്ക് മറ്റൊരു കാഴ്ചയുടെ ഒരു ഭംഗി നമ്മൾ പല ആംഗിളിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രോണിലൂടെ നിങ്ങൾ പലപ്പോഴും ദൃശ്യമാധ്യമങ്ങൾ പരത്തുന്ന മൂന്നാറിൻ്റെ ഭംഗി വളരെ മനോഹരമാണ്. ആകാശത്ത് നിന്ന് കാണുന്ന ഭംഗി വളരെ മനോഹരമാണ്. നമ്മൾ കാറിലിരുന്ന് പോകുമ്പോഴും ഒക്കെ കാണുന്നതിനേക്കാൾ അപ്പുറം കുറച്ചുകൂടെ ഉയരത്തിലിരുന്ന് ഈ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ പച്ച പട്ട് വിരിച്ചതുപോലെ ഇങ്ങനെ കിടക്കുന്നതും ഇതിൻ്റെ ഭംഗിയും ഈ മിസ്റ്റ് മഴ ഇതെല്ലാം ആസ്വദിക്കാനുള്ളൊരു അവസരമാണ്. അപ്പോൾ അതൊരു ടൂറിസത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇതൊരു ലോക്കൽ ബസ്സല്ല, സാധാരണ ആളുകളെ കയറ്റി ടിക്കറ്റ് കൊടുത്ത് ഓടുന്ന ഒരു ബസ്സല്ല, ആരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വന്നതുമല്ല. ഇത് ഒരു ടൂറിസം KSRTCയുടെ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് രാവിലെ 8:30 മണി മുതൽ വൈകിട്ട് 6 മണി വരെ പകൽ സമയത്ത് ഓടാൻ വേണ്ടിയുള്ളതാണ്. ഇത് കാണുന്ന ഈ ലൈറ്റുകളൊന്നും നമ്മൾ ഓൺ ചെയ്യില്ല. ഇപ്പോൾ ഈ ലൈറ്റ് ഓൺ ചെയ്ത് ആര് കാണും? പകലല്ലേ, രാത്രി ഇത് ഓടിക്കുന്നില്ല. ഇതിന് ഹെഡ്ലൈറ്റ് പോലും ആവശ്യമില്ല. ഇതിന് മുകളിലിരുന്നുകൊണ്ട് കാണാം. മൂന്നാറാകുമ്പോൾ തണുപ്പുണ്ടെങ്കിൽ അടച്ചു വയ്ക്കാം, അല്ലെങ്കിൽ ഗ്ലാസ് തുറന്നു വയ്ക്കാം. മഴയൊക്കെ വരുമ്പോൾ വളരെ മനോഹര കാഴ്ചയായിരിക്കും. അത് തീർച്ചയായിട്ടും ദൃശ്യമാധ്യമങ്ങൾ അത് പകർത്തി ആസ്വാദിക്കേണ്ട മനോഹാരിത പകർത്തി ജനങ്ങളെ കാണിച്ച് സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് ലോകത്തു നിന്ന് എവിടെ നിന്നും വരുന്ന ടൂറിസ്റ്റുകൾക്ക് മൂന്നാറിലെത്തുമ്പോൾ ഇതൊരു ടൂറിസം മറ്റൊരു അട്രാക്ഷൻ. ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. ഈ മുകളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന നിങ്ങൾ ബസ്സിൻ്റെ കാറിൻ്റെ മുകളിൽ കയറുന്ന യാത്ര ചെയ്യുക, ഡോറിൽ അതൊന്നും വേണ്ടല്ലോ. ഇതിരുന്ന മനോഹരമായിട്ട് കാണാം, സേഫാണ്, സെക്യൂറാണ്, വളരെ വൃത്തിയായിട്ട് കാണാൻ പറ്റും. പോകുന്ന റോഡിൽ ഈ തേയിലത്തോട്ടങ്ങൾ, ഈ റോഡിലൂടെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് പോകുമ്പോഴുള്ള ഭംഗി, പിന്നെ മറ്റ് പ്രകൃതിയുടെ കാഴ്ചകൾ. മിസ്റ്റ് വരും രാവിലെയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ആ മിസ്റ്റിലൂടെ ഈ വണ്ടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതിനകത്ത് ആ ഗ്ലാസ്സിൽ കൂടെ ഇങ്ങനെ മിസ്റ്റ് കടന്നു പോവുക. പിന്നെ മഴ സീസണിൽ ഇത് ഓടിക്കാൻ പറ്റും. മഴ സീസണിൽ മഴവെള്ളം ഇതിലൂടെ ഒഴുകിയിറങ്ങുന്ന മഴയുടെ ടൂറിസം എന്ന് തന്നെ പറയുന്നത് വളരെ അട്രാക്ഷനാണ്. മഴയുടെ ടൂറിസം പല രാജ്യങ്ങളും ഉപയോഗിക്കാറുണ്ട്. ഇതൊരു മഴയുടെ ടൂറിസം കൂടിയാണ് മനസ്സിൽ കാണുന്നത്. അപ്പോൾ സീസണില്ല ഇതിന്, എല്ലാ സീസണിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. മൂന്നാറിൽ വരുന്ന ആളിന് ഇതൊരു ഞാൻ റോയൽ വ്യൂ ബസ്സിലൊന്ന് കയറും എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ്. അഡ്വാൻസായി ബുക്ക് ചെയ്യാനുള്ള ഓൺലൈൻ ബുക്കിങ്ങിനുള്ള സംവിധാനം എല്ലാം ഉണ്ട്. കൂടുതൽ ബസ്സുകൾ വേണം. അവിടെ ഇന്നൊരു സമരം ഉണ്ടായിരുന്നു, ഇവിടെ ബസ്സുകൾ കുറവാണെന്നും പറഞ്ഞാൽ തോന്നുന്നു. കാര്യം പറഞ്ഞില്ല. സാധാരണ സമരം വരുമ്പോൾ നേതാക്കൾ വന്ന് കണ്ടിട്ട് നമ്മുടെ അടുത്ത് ഇന്ന കാര്യത്തിനാണെന്ന് പറയും. പക്ഷെ അങ്ങനെ പറയാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതുപോലുള്ള ടൂറിസം സ്പോട്ടുകളിലേക്ക് കൂടുതൽ ബസ്സുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടുള്ളൊരു സമരമായിരുന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 4-5 വണ്ടി എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യും.